ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ യഥാർത്ഥമായ ജീവിതം തുടങ്ങുന്നത് മരണത്തോടു കൂടിയാണ്. അവരെല്ലാം ഇന്ന് യഥാർത്ഥമായ ജീവിതം തുടങ്ങി അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാമും ഒരു ദിവസം അല്ലാഹു തആല നമുക്ക് കണക്കാക്കിയ ആയുസ് എത്തിയാല് അന്ന് മരിക്കും. ആ മരണത്തിനിടയിൽ ഇനി എത്ര റമദാനുകൾ സ്വീകരിക്കാനും വരവേൽക്കാനും നമുക്ക് സാധിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. കാരണം നമ്മുടെ ഈ ഒരു കൊറോണയ്ക്ക് ശേഷം നമുക്കറിയാം ഒരുപാട് യുവാക്കൾ 40-ഉം 45-ഉം അതിൽ കുറവും പ്രായമുള്ള ഒരുപാട് യുവാക്കളുടെ മരണം. നമ്മൾ കാരണങ്ങൾ പലതും പറയും, വാക്സിൻ എടുത്തതാണെന്നും അതുപോലെ തന്നെ പല കാരണങ്ങളും പറയും. പക്ഷെ അല്ലാഹു തആല കണക്കാക്കിയ ആയുസ് എന്നാണ് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലങ്ങൾ ജീവിച്ചവരാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷം ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രബോധനം ചെയ്തിട്ടുണ്ട് എന്നാണ്. 950 വർഷം. അങ്ങനെ മുൻഗാമികളായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പ്രവാചകന്മാരായാലും അല്ലാത്തവരായാലും വലിയ ജീവിതം നയിച്ചവരാണ്. അത് കുറഞ്ഞു വരികയാണ്. നമ്മുടെ കുറച്ച് മുമ്പഗാമികളാണെങ്കിൽ തന്നെ 100 വയസ്സ് വരെ ജീവിക്കുന്ന ആൾക്കാർ നമുക്ക് കാണാം. ഒരുപാട് 100 വയസ്സ് കഴിഞ്ഞവരെ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാം. ഇന്ന് പള്ളികളിലും നമ്മുടെ വീടുകളിലുമെല്ലാം പ്രായമുള്ള ആൾക്കാർ വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ മരണം വളരെ പെട്ടെന്നാണ് എല്ലാവരുടെയും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ ഉമ്മത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണെന്നാണ്. അതിനർത്ഥം അതിന് കൂടുതൽ ജീവിക്കുകയില്ല, അതിന് മുമ്പ് മരിക്കുകയില്ല എന്നല്ല. അപ്പൊ അതിനിടയിൽ അൽഹംദുലില്ലാഹ് ഒരു റമദാൻ എന്ന് പറയുമ്പോൾ ഒരുപാട് വിശദീകരണത്തിലേക്ക് പോകണം. ഇന്ന് അതിലേക്കൊന്നും പോകുന്നില്ല. ആരോഗ്യപരമായ ഒരുപാട് വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജാസിൽ മലപ്പാടി ഡോക്ടർ അവറുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നൽകുന്നുണ്ട്. സാധാരണ പള്ളികളിൽ നടക്കാറുള്ള വയലുകളും വൃത്തികളും അത് നല്ല വ്യത്യസ്തമായിക്കൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ നോമ്പിന് ഭക്ഷണം അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ഉറക്ക് എന്തെല്ലാം നമുക്ക് റമദാന് കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കൂലി ലഭിക്കും. ആ കൂലി ലഭിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ ശരീരത്തിന് ഭൗതികമായ ഒരുപാട് ആരോഗ്യപരമായ കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. നമ്മുടെ അശ്രദ്ധ കൊണ്ട് അത് ഒഴിവായി പോകാൻ പാടില്ല. അതുകൊണ്ട് ഭക്ഷണത്തിലുള്ള ക്രമീകരണങ്ങളും നമ്മുടെ ഉറക്കവും നമ്മുടെ ജീവിതത്തിലുള്ള ചിട്ടകളും കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഡോക്ടറുടെ ക്ലാസ്സിൽ നമുക്ക് വിശദീകരിച്ച് ലഭിക്കുമെന്ന് ഇൻഷാ അല്ലാഹ് പ്രതീക്ഷിക്കാം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമുക്ക് നൽകിയ ഈ ഒരു അവസരം പരമാവധി ഓരോ സെക്കൻഡുകളും ഉപയോഗപ്പെടുത്തി നമ്മളത് മുതലെടുക്കണം. ഇത് വലിയ ഒരു ചന്തയിലാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത്. ആ ചന്തയിൽ നിന്ന് ഒരു കച്ചവടക്കാരൻ സാധാരണ ചന്തയിൽ എത്തിക്കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ എൻ്റെ കച്ചവടത്തിൽ എനിക്ക് ഏതെല്ലാം രൂപത്തിലുള്ള ലാഭങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും, എൻ്റെ കച്ചവടം ഏതെല്ലാം നിലക്ക് മികച്ചതാക്കാൻ സാധിക്കുമെന്നുള്ള ആ കച്ചവടക്കാരൻ്റെ ഒരു ശ്രദ്ധ. അതുപോലെ നമ്മളൊരു കച്ചവടത്തിൽ ഇറങ്ങിയിരിക്കണം. വലിയൊരു ചന്തയാണ് ഇപ്പോൾ പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തായ കാര്യങ്ങൾക്ക് ഫർളിന്റെ കൂലി നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഫർളായ കാര്യങ്ങൾക്ക് 70-ഉം 700-ഉം അതിലധികവും പ്രതിഫലം നമുക്ക് നൽകുമ്പോൾ നമ്മളത് സുബ്ഹാനല്ലാഹ് എന്ന് നോമ്പ് അല്ലാത്ത സമയത്ത് ചൊല്ലിയാൽ അല്ലാഹു തആല നമുക്ക് ഒരു പ്രതിഫലമാണ് തരുന്നതെങ്കിൽ റമദാൻ മാസത്തിൽ സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോൾ അതിന് 10-ഉം അതിൽ കൂടുതൽ പ്രതിഫലം അല്ലാഹു തആല നമുക്ക് നൽകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നല്ല നിയ്യത്തോടുകൂടി നമ്മൾ ചെയ്യുമ്പോൾ അല്ലാഹു തആല വലിയ കൂലിയും വലിയ പ്രതിഫലവും നമുക്ക് നൽകും. ഉദാഹരണത്തിന് നമ്മൾ ഓരോരുത്തരും 5 നേരം പള്ളിയിൽ വരുന്നവരാണ്. നോമ്പിൽ പള്ളിയിൽ വരുന്ന സമയത്ത് മൗഖൂഫായ ഭാഗം ഇതിന്റെ ഉൾഭാഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് കയറുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, നിങ്ങൾ വലത് കാല് വെച്ചുകൊണ്ട് കയറണം. അത് നോമ്പല്ലാത്ത സമയത്ത് നമ്മൾ വലത് കാല് വെച്ച് കയറുമ്പോൾ നമുക്ക് അല്ലാഹു തആല സുന്നത്തിന്റെ പ്രതിഫലം നൽകുമ്പോൾ അത് റമളാനിൽ നമ്മൾ നിയത്തോടുകൂടി വലത് കാല് വെച്ചുകൊണ്ട് കയറണം. ആ സമയത്ത് നമ്മളെ മനസ്സിൽ വരണം, ഇത് അള്ളാഹുവിന്റെ ഭവനമാണ്, അള്ളാഹുവിന്റെ പള്ളിയിലാണ് ഞാൻ കയറുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് വലത് കാല് വെച്ച് കയറാൻ. അപ്പൊ ഞാനിതാ വലത് കാല് വെച്ച് കയറുന്നു എന്ന നിയത്തോടുകൂടി നമ്മൾ കയറുമ്പോൾ ഒരു
ഫർളായ കാര്യം ചെയ്ത കൂലി അല്ലാഹു തആല നമുക്ക് നൽകുകയാണ്. ആ സമയത്ത് തന്നെ അല്ലാഹു അബ്വാബ റഹ്മതിക, നിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ നിനക്ക് തുറന്നു നൽകണമേ എന്നൊരു ദുആ കൂടി ചൊല്ലിയാൽ മറ്റൊരു സുന്നത്ത് കൂടിയായി, ആ സുന്നത്തിന്റെ ഫർളിന്റെ കൂലിയായി. നമ്മൾ അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഇടത് കാല് ബന്ധിക്കണമെന്നൊരു സുന്നത്താണ്. ഒരു സുന്നത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഫർളിന്റെ കൂലി കിട്ടും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരുപാട് സുന്നത്തുകൾ നമ്മുടെ അശ്രദ്ധ കൊണ്ട്, നമ്മുടെ നിയ്യത്തില്ലാത്തത് കൊണ്ട് നമുക്ക് വലിയൊരു കൂലി പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവാൻ പാടില്ല. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതൽ പറഞ്ഞാൽ നിർമ്മിച്ചു പോകും. അതുപോലെ തന്നെ വെച്ച് നമുക്കൊരു വലിയൊരു സുന്നത്താണ് അത്തായം കഴിക്കുക എന്നുള്ളത്. അത്തായം എല്ലാവരും കഴിക്കും. പക്ഷെ അത്തായം കഴിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ കരുതണം, ഇത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് സുന്നത്താക്കിയ കാര്യമാണ്. അത്തായം ആവശ്യമില്ലാത്തവരും എന്തെങ്കിലും ഒരു വെള്ളമെങ്കിലും ഒരു വെള്ളം കുടിച്ചെങ്കിലും അത്തായത്തിന്റെ സുന്നത്തെടുക്കണം. അത് രാത്രിയുടെ പകുതിക്ക് ശേഷമാണ്. രാത്രിയുടെ പകുതിക്ക് ശേഷം നമുക്ക് എപ്പോഴും കഴിക്കാം. ഏറ്റവും നല്ലത് സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് അത്തായം കഴിച്ചു കഴിഞ്ഞാൽ ഒരു 50 ആയത്ത് ഓതാനുള്ള സമയം വെച്ച് ആ സമയത്ത് കഴിക്കലാണ് ഏറ്റവും അഫ്ളലായ രൂപം. അതുകൊണ്ട് ആ സമയത്ത് അത്തായം കഴിക്കുക. ചിലരെല്ലാം രാത്രിയിൽ നിസ്കാരം കഴിഞ്ഞ് പോയിട്ട് അത്തായം കഴിച്ച് കിടക്കും. എന്നാലും അവരും സുബ്ഹിക്ക് മുമ്പ് എന്തായാലും എഴുന്നേൽക്കും. ആ സമയത്ത് ഈത്തപ്പഴമോ മറ്റോ കഴിച്ച് അത്തായത്തിന്റെ സുന്നത്തും എടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ ശരീഫ് കൊണ്ട് വിജയിക്കാനും ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുന്ന ഒരുപാട് നന്മകൾ ചെയ്യാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ 4 ദിവസത്തെ പ്രഭാഷണ പരമ്പര ഇൽമിന്റെ മജ്ലിസ് അല്ലാഹു തആല നമുക്ക് കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ മഹല്ല് കമ്മിറ്റിയും നാട്ടുകാരും എല്ലാവരും കൂടി സംഘടിപ്പിച്ചത് നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന ഒരു അമലായി അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചുരുങ്ങിയ വാക്കുകളിൽ വളരെ ഗൗരവപരമായ ചില നസീഹത്താണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ തന്നത്. അറിഞ്ഞ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം, നമ്മൾ ഏതായാലും ചെയ്യുന്ന കാര്യമാണ്, അത് അറിഞ്ഞ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചുരുങ്ങിയ വാക്കുകൾ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ചെയ്തത്. അല്ലാഹു തആല ബഹുമാനപ്പെട്ടവരുടെയും നമ്മുടെ ഇൽമിലും തഅല്ലുമിലും തഅലീമിലും അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ഡോക്ടർ നമ്മളോട് സംസാരിക്കുകയാണ്. ആദരവ് ക്ഷണിക്കുക. ചെറിയൊരു ബുദ്ധിമുട്ട് കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് നമ്മളെ നാട്ടിൽ എന്തെങ്കിലും സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ചെറിയൊരു ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങളൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. നമുക്ക് കാര്യങ്ങളിലേക്ക് നടക്കാം. നമ്മൾ നോമ്പിന്റെ ആത്മീയമായ ഗുണങ്ങളെ പറ്റി പല സമയത്തും പല മജ്‌ലിസിലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുപ്പം തൊട്ടേ കേൾക്കുന്നതാണ്. നമ്മൾ അതൊക്കെ ഫോളോ ചെയ്യുന്നതാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ റമദാൻ മാസം ആകുമ്പോഴത്തേക്ക് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ രീതിയിൽ നിന്ന് വേറൊരു രീതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന, പെട്ടെന്ന് അങ്ങോട്ട് സ്വിച്ച് ചെയ്യുന്ന ഒരു രീതിയാണ് കാണുക. അപ്പോൾ നമ്മൾ മിക്കവാറും ആത്മീയമായിട്ട് നമ്മൾ രക്ഷപ്പെടേണ്ട കാര്യങ്ങൾ ഖുർആനിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ട പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ഡൗട്ടാണ്. പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമ്മളുടെ മതത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതലും ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പൊ ഞാൻ ഒരു 2 വർഷം മുമ്പ് വടകര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു ക്ലിനിക്കിൽ 6 മാസം വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നോമ്പിനോട് അടുപ്പിച്ച് കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു റമദാൻ മാസത്തിനെ അടുപ്പിച്ചിട്ട് ജീവിതശൈലി രോഗങ്ങളോട് ബുദ്ധിമുട്ടുന്ന ആളുകൾ മരുന്നുകളും കാര്യങ്ങളും അതുമായിട്ട് ക്രമപ്പെടുത്തും. റമദാൻ മാസത്തിൽ രാത്രി കഴിക്കുന്ന രീതിയിലും പുലർച്ചക്ക് കഴിക്കുന്ന രീതിയിലൊക്കെ ക്രമപ്പെടുത്തിയതിന് ശേഷം ഡയറ്റ് നമ്മൾ പ്രിന്റഡ് ഡയറ്റ് കൊടുക്കും. പക്ഷെ ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ റമദാൻ മാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ജീവിതശൈലി രോഗങ്ങളെ പ്രത്യേകിച്ച് എടുക്കുകയാണെങ്കിൽ ഷുഗറും കൊളസ്ട്രോളും തന്നെ എടുക്കാം, അത് അമിതമായിട്ട് കൂടിയ രീതിയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ ശരിക്ക് നമ്മൾ റമദാൻ മാസത്തിൽ ഫാസ്റ്റ് ചെയ്യുമ്പോൾ ഉപവസിക്കുമ്പോൾ നമുക്ക് നിർബന്ധമായും ഇതിലൊക്കെ ഒരു കൺട്രോളാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്കൊരു ഹെൽത്തി
ഡയറ്റ് എങ്ങനെ നിങ്ങളെല്ലാവരും ഹെൽത്തി ഡയറ്റ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത് അറിയാം. ചെറിയ രീതിയിൽ നമ്മളുടെ സന്തോഷത്തിനൊന്നും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ചെറിയൊരു ഡയറ്റ് എങ്ങനെ ഫോളോ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം നോക്കി. അപ്പൊ നമ്മൾ ആദ്യം അത്താഴത്തിൽ തുടങ്ങാം. അപ്പൊ നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം നോർമലായിട്ട് പ്രവർത്തിക്കാൻ 1.25 മുതൽ 2 ലിറ്റർ വരെ വെള്ളം ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ ഈ അത്താഴത്തിന്റെ സമയത്ത് നോമ്പ് തുറന്നതിന് ശേഷവും നമ്മൾ കുടിക്കണം. ഈ 2 ലിറ്റർ എന്ന് പറയുന്നത് മിനിമം ആണ്. നമ്മളത് 3-3.5 ലിറ്റർ വരെ ആവശ്യമാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഈ ഒരു 2 ലിറ്റർ വെള്ളം, അത് ഒരുമിച്ച് കുടിക്കാൻ പാടില്ല. കുറച്ചായിട്ട് നമ്മൾ അത്താഴത്തിന് എണീക്കുമ്പോൾ ഒരു 1.25 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുന്ന രീതിയിൽ നമ്മളത് ക്രമപ്പെടുത്തണം. അപ്പൊ അതിന്റെ ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആഹാരം കഴിക്കുമ്പോൾ അത്താഴത്തിന് പലപ്പോഴും ചില ആൾക്കാർ പഴം ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് അത്താഴം അവസാനിക്കുന്ന ആൾക്കാരാണ്. ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലേറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് പ്രോട്ടീൻ വേണം, കാർബോഹൈഡ്രേറ്റ് വേണം. അപ്പൊ ഈ പ്രോട്ടീന് നമുക്ക് ഇറച്ചി, മീൻ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം. അതിന്റെ കൂടെ തന്നെ കാർബോഹൈഡ്രേറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ചപ്പാത്തി, ചോറ് അല്ലെങ്കിൽ ഓട്സ് ഒക്കെ ഉൾപ്പെടുത്താം. ഇതിന്റെ കൂടെ ഫ്രൂട്ട്സും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സമയം അത്താഴത്തിൽ ഉൾപ്പെടുത്താം. ഈ ഒരു എനർജിയാണ് നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ ആവശ്യം. അമിതമായി അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ ഉപവാസത്തിൽ ഇരിക്കുന്നത് കൊണ്ട് കിട്ടുന്ന ഉപകാരങ്ങൾ നഷ്ടപ്പെടാൻ കാരണമാകും. കാരണം നമ്മളിപ്പോ അമിതമായി അത്താഴം കഴിച്ചു, വയറ് ഫുള്ളാവുന്നത് വരെ കഴിച്ചു എന്ന് വെക്കുക. അപ്പൊ നമ്മളുടെ ബോഡി ഇത് മൊത്തം ഈ ദഹന പ്രക്രിയ കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിൽ അധികമായി നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന കൊഴുപ്പുകളൊക്കെ വലിച്ചെടുത്ത് അതിൽ നിന്ന് ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കാനും അത് അലിഞ്ഞു പോയി നമ്മളെ ഈ ഒരു ഷുഗർ, കൊളസ്ട്രോൾ പോലത്തെ ഒക്കെയുള്ള ജീവിതശൈലി രോഗങ്ങൾ അതൊരു നോർമലൈസ് ചെയ്യാനും സഹായിക്കുന്നത്. അപ്പൊ നമ്മൾ ആവശ്യത്തിന് കൂടുതൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം നിൽക്കുന്ന ഈ ഒരു ഡൈജഷൻ പ്രോസസ്സിലൂടെ നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഈ ഒരു ഗുണം കിട്ടാതെ പോകും. അപ്പൊ നമ്മള് മെയിനായിട്ട് നമുക്ക് നോമ്പിന് കിട്ടുന്ന ഒരു ഉപകാരം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ശരീരത്തിലെ നീർക്കെട്ടുകളൊക്കെ കുറയും. അതേപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ കുറയും, നമ്മളുടെ ബോഡി വെയിറ്റ് കുറയും, നമുക്ക് അതുപോലെ തന്നെ നമുക്ക് മെന്റലി നമ്മൾ കുറച്ചും കൂടെ പ്ലസന്റ് ആവുന്നുള്ളതാണ് ഈ നോമ്പ് കൊണ്ട് കിട്ടുന്ന നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള മെയിൻ നേട്ടങ്ങൾ. അപ്പോൾ ഇതിലൊരിക്കലും നമ്മൾ അത്താഴം അതൊന്നും ഒരു തടസ്സമാവരുത്. അത്താഴം എപ്പോഴും കഴിക്കുമ്പോൾ 1/3 ഭാഗം ഈ പറയുന്ന മീനും അതിന്റെ കൂടെ തന്നെ 1/3 ഭാഗം ലിക്വിഡ് ഫുഡും വെള്ളം കാര്യങ്ങളൊക്കെ 1/3 ഭാഗം കഴിച്ച് 1/3 ഭാഗം ഒഴിച്ചിടാന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അതിന്റെ ശേഷം നമ്മൾ നെക്സ്റ്റ് വരുന്നത് നോമ്പ് തുറക്കുന്ന സമയത്താണ്. നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഈന്തപ്പഴം വെള്ളം കൊണ്ട് തുറക്കുന്നത് തന്നെയാണ് നല്ലത്. അതിന്റെ ശേഷം ഫ്രൂട്ട്സിലേക്ക് പോകുന്നതാണ് നല്ലത്. ജ്യൂസ് കഴിക്കാൻ, ജ്യൂസ് നമുക്കൊരു സമാധാനത്തിന് കഴിക്കാൻ, ജ്യൂസിൽ പ്രത്യേകിച്ച് നമുക്ക് ഒരു സന്തോഷം കിട്ടും, ഒരു എനർജി കിട്ടും എന്നല്ലാണ്ട് നമുക്ക് അതിന് പ്രത്യേകിച്ച് ഹെൽത്ത് ബെനിഫിറ്റ് ഒന്നും കുറെ പറയാനൊന്നുമില്ല. ഫ്രൂട്ടായിട്ട് തന്നെ ചവച്ചരച്ച് കഴിക്കുമ്പോഴാണ് നമുക്ക് ആരോഗ്യ ഗുണങ്ങൾ കിട്ടുന്നത്. പിന്നെ പൊരികളിലേക്ക് നമ്മൾ പോകും. പൊരികളൊക്കെ എപ്പോഴും 1-2 പൊരികളിലേക്ക് ഒതുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പൂർണ്ണമായിട്ട് ഒഴിവാക്കാനൊന്നും ആരെക്കൊണ്ടും പറ്റില്ല, വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. അപ്പോൾ 1-2 പൊരികളിലേക്ക് ഒതുക്കാൻ നോക്കുക. അത് നമ്മളുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണെങ്കിൽ ഏറ്റവും ഉത്തമം. കാരണം പുറത്തു നിന്ന് നമ്മൾ എല്ലാവരും പറയാം ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പിന്നെ മധുരം പരമാവധി ഒഴിവാക്കുക, മധുരം കുറച്ച ജ്യൂസും കാര്യങ്ങളൊക്കെ. പിന്നെ അതേപോലെ തന്നെ നോമ്പിന്റെ സമയത്ത് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒഴിവാക്കേണ്ടത് പുളിപ്പുള്ള പാനീയങ്ങളാണ്. നമ്മളുടെ സിട്രസ് ഫ്രൂട്ട് അല്ലെങ്കിൽ നാരങ്ങ വെള്ളം ഒക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. നമ്മൾ അത് കുടിക്കുന്നത് മൂലം നമ്മുടെ ബോഡി ഓൾറെഡി ഫുഡ് എത്താതെ നമ്മുടെ വയറ്റിലൊക്കെ ചെറിയ ഈ പുളിച്ചു തേറ്റല് അതുപോലെ ആസിഡിറ്റി ബുദ്ധിമുട്ടുകളൊക്കെ തരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ചില ആൾക്കാർക്ക് അത് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ നമുക്കത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ പുളിപ്പുള്ള ഈ വെള്ളങ്ങൾ ഒഴിവാക്കുക. ഇതാണ് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ചെയ്യേണ്ടത്. അതിനുശേഷം കഴിക്കുന്ന ആഹാരത്തിൽ നേരത്തെ പറഞ്ഞ അതേ ഒരു റൂൾ ഫോളോ ചെയ്യുക. 1/3 ഭാഗം ഈ ലിക്വിഡ് സോളിഡ് ഫുഡ് എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും, അത് കഴിഞ്ഞ് 1/3 ഭാഗം നമുക്ക് വെള്ളം, ഇനി 1/3 ഭാഗം ഒഴിച്ചിടുക. പിന്നെ രാത്രി ഷുഗറോ മറ്റുള്ള ജീവിതശൈലി രോഗങ്ങളോ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ
അവർ ചെയ്യേണ്ടത് അവർക്ക് ചെറിയ രീതിയിലുള്ള ഒരു ഡയറ്റ് ഞാൻ പറഞ്ഞുതരാം. മില്ലറ്റ് ഡയറ്റ് ഫോളോ ചെയ്യാം. മില്ലറ്റ് എന്ന് പറഞ്ഞാൽ ചെറുധാന്യങ്ങൾ. കഴിഞ്ഞ വർഷം നമ്മൾ മില്ലറ്റ് വർഷമായിട്ടാണ് നമ്മുടെ രാജ്യം ആചരിച്ചത്. അപ്പോൾ ഈ മില്ലറ്റ് എന്ന് പറയുന്ന ചെറുധാന്യങ്ങൾ തിന, മണിച്ചോളം, ചാമ കേട്ടിട്ടുണ്ടോ അതിനെ പറ്റിയൊക്കെ? അപ്പോൾ ഇതൊക്കെ നമുക്ക് ഷുഗറുള്ള ആൾക്കാരും നോർമലായിട്ടുള്ള ആൾക്കാർക്കും ഉപയോഗിക്കാം. അപ്പോൾ ഇതിന്റെ ഒക്കെ റെഡി ടു ഈറ്റ് നമ്മൾ പുട്ടുപൊടി, പത്തിരിപ്പൊടിയൊക്കെ ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. സാധാ നമ്മൾ അരി വെച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിലും ചെയ്യാം. ഇതൊരിക്കലും അത്താഴത്തിന് പ്രിഫർ ചെയ്യുന്നില്ല. അത്താഴത്തിന് ഒരിക്കലും മില്ലറ്റിലേക്ക് പോകാൻ പാടില്ല. കാരണം അത് ഈ മില്ലറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് പോകുന്നതും അതുപോലെ ഇതിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളെ അബ്സോർബ് ചെയ്യാൻ കുറച്ച് മന്ദപ്പെടുത്തുന്നതും കൂടെയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും മില്ലറ്റ് അത്താഴത്തിലേക്ക് എടുക്കരുത്. അത് നമുക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് മില്ലറ്റ് കൊണ്ട് ദോശയോ പുട്ടോ പത്തിരിയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഇറച്ചി അതുപോലെ തന്നെ മീന് കാര്യങ്ങളൊക്കെ കൂട്ടി കഴിക്കാം. അപ്പോൾ ആ രീതിയിൽ ഒന്ന് ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ മീന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന ഈ ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് ഒരു പരിധി വരെ നമ്മളുടെ കൺട്രോളിലേക്ക് കൊണ്ടുപോകാൻ വരുത്താൻ പറ്റും. അപ്പോൾ അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന മിസ്റ്റേക്ക് ഓവർ യൂസ് ഓഫ് ഷുഗർ ആണ്. ഷുഗർ കുറേ ഉപയോഗിക്കുന്നത് കാരണം നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിൽ കൂടുതൽ പഞ്ചസാരയുടെ അളവ് വരികയും നമ്മൾ നോക്കിയിട്ട് മെയിനായിട്ട് പറയുന്നത് ഗ്ലൂക്കോസ് ലെവൽ കുറയുന്നതാണ്. ഗ്ലൂക്കോസ് ലെവൽ കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് നോർമലായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി ഗ്ലൂക്കോസ് ആവശ്യമാണ്. അപ്പം നമ്മളെ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പിൽ നിന്നും പ്രോട്ടീനിൽ നിന്നൊക്കെ ലിവറിന്റെ സഹായത്തോടു കൂടെ ഇത് ഉപയോഗപ്പെടുത്തുകയും നമ്മളുടെ സെല്ലുലാർ ലെവലിൽ, നമ്മളെ ഏറ്റവും മൈക്രോ ലെവലിൽ, നമ്മളെ ഉണ്ടാക്കാൻ നമ്മുടെ ശരീരം നിർമ്മിക്കാൻ ഉപയോഗിച്ച സെല്ലുലാർ ലെവലിൽ വരെയുള്ള റിപ്പയർ നടക്കും. അപ്പോൾ ഇത്രയും ഹെൽത്ത് ബെനിഫിറ്റ് നമ്മൾ നോമ്പെടുക്കുമ്പോൾ ഈ രീതിയിൽ നമ്മുടെ ഏറ്റവും മൈക്രോ ലെവലിൽ വരെ നമ്മളുടെ എന്ത് ചെയ്യും, മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ ചെറിയ രീതിയിലുള്ള മാറ്റം നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ആ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. പിന്നെ അടുത്ത കാര്യം, നമ്മൾ ഈ നോമ്പിന് ഇതുപോലൊരു മീൽ ഫോളോ ചെയ്ത് ഇതൊക്കെ പോകുമ്പോൾ നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ് കുറേ കൂടി. പിന്നെ ആൾക്കാരുടെ ഒരു ഇതാണ് നോമ്പിനുള്ള ഉറക്കം 6 മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങണം. അപ്പൊ ആയുർവേദ പ്രകാരം പറയുന്നത് 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങണം എന്നാണ്. അപ്പൊ അതിലധികം ആൾക്കാർക്ക് ഉറക്കം കിട്ടാത്ത കാര്യം എന്ന് പറയുന്നത് മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാവാം, ചിന്തയിലും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ ഇതിന് ആയുർവേദത്തിൽ പറയുന്നത് മെഡിസിൻ ഫോർ ബോഡി ആൻഡ് മന്ത്രാസ് ഫോർ മൈൻഡ് എന്നാണ്. എന്ന് വെച്ചാൽ നമുക്ക് മാനസികമായിട്ട് നമുക്ക് ഒന്നും കൂടെ പ്ലസന്റ് ആവാൻ വേണ്ടിയിട്ട് ഈ ടൈമിൽ നമുക്ക് മന്ത്രങ്ങൾ, നമ്മളുടെ ഖുർആൻ പാരായണോ അതുപോലെ നമ്മളുടെ കുറേ നമുക്ക് ചെല്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗപ്പെടുത്താം. അതൊക്കെ നമ്മൾ കാമായി ശാന്തമായി ഇരുന്ന് നമ്മൾ സുബഹിക്ക് ശേഷമൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ മൈൻഡ് ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള രീതിയിലേക്ക് വരും. അതും നമ്മളുടെ ജീവിതശൈലി രോഗങ്ങളും കുറക്കാനും അതേപോലെ തന്നെ നമ്മൾ ആരോഗ്യം വർദ്ധിപ്പിക്കാനും കാരണമാകും. പിന്നെ നമ്മൾ അടുത്തത് ഈ നോമ്പിന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ നോമ്പ് 30 ദിവസവും കടന്നുപോയി കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് പോകുന്നത് നമ്മൾ 3 നേരം മീൽസ് കഴിക്കുന്ന, അല്ലെങ്കിൽ 3 നേരം ഫുഡ് കഴിക്കുന്ന, അതിൻ്റെ കൂടെ ബാക്കിയുള്ള ഫുഡുകളൊക്കെ കഴിക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇപ്പൊ നമ്മൾ ആർജിച്ചെടുത്ത ഈ ഒരു നല്ല ശീലം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാന്ന് വെച്ചാൽ ഞാനത് ജസ്റ്റ് ആയുർവേദം പറയുന്ന രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ആയുർവേദത്തിൽ പറയുന്നത് ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കുന്നതാണ്. ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് നമ്മളെ സൂര്യൻ ഉദിക്കുന്നതിൻ്റെയും ഒരു 1.5 മണിക്കൂർ മുമ്പേ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ മുമ്പേ എണീക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ സുബഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 1/2 മണിക്കൂർ മുമ്പേ എണീറ്റാൽ മതിയാവും. അപ്പൊ നമ്മൾ അടുത്ത ആയുർവേദത്തിൽ പറയുന്നത് നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ദന്തധാവനം. ദന്തധാവനം എന്ന് പറയുന്നത് പല്ല് തേപ്പാണ്. പല്ല് തേപ്പ് കൃത്യമായിട്ട് നമ്മൾ ഇപ്പോൾ പല ടൂത്ത് പേസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ഉപയോഗിച്ച് വരുന്ന ടൂത്ത് പേസ്റ്റുകൾ തന്നെ ഉപയോഗിക്കുക. കാരണം നമ്മൾ ഇപ്പോൾ ഒരു വലിയ ഒരു മാർക്കറ്റിംഗ് ആൾക്കാരൊക്കെ നമ്മൾ വീട്ടിലേക്ക് വന്ന് പല രീതിയിൽ ആയുർവേദത്തിന്റെ പേരൊക്കെ പറഞ്ഞ് നമ്മളെ ചൂഷണം ചെയ്യുന്നത്. ഒരിക്കലും അതിലേക്കൊക്കെ ചെയ്യരുത്. കാരണം പുതിയ ടൂത്ത് പേസ്റ്റുകളിൽ പല വിവിധ രീതിയിലുള്ള കെമിക്കൽസും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് പല്ല് തേച്ചത് കാരണം പ്രോട്ടീൻ യൂറിയ എന്ന് പറയുന്ന ഒരു അസുഖം, എന്ന് വെച്ചാൽ യൂറിൻ്റെ അകത്ത് മൂത്രത്തിനകത്ത് പ്രോട്ടീൻ കാണുന്ന ഒരു അസുഖം വരെ ഉണ്ടായ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പ്രോപ്പറായിട്ട് അടുത്തത് ചെയ്യാനുള്ളത്, നമ്മൾ ഇതിന് ശേഷം ആയുർവേദത്തിൽ പറയുന്നത് ജസ്റ്റ് ഒരു എണ്ണ തേപ്പും
അല്ലെങ്കിൽ ഒരു ബോഡി മസാജ്, എന്താ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഒരു ബോഡി മസാജ് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നമ്മുടെ വായിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും മാറാൻ എന്തെങ്കിലും മോണവീക്കം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിൽ ത്രിഫല എന്ന് പറയുന്ന ഒരു പൊടി നമുക്ക് വാങ്ങാൻ കിട്ടും. അത് തിളപ്പിച്ച് ആ വെള്ളം കവിൾക്കൊള്ളുന്നതും നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എണീറ്റ് പാടെ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പായിട്ട് പറയുന്നത് എക്സസൈസും കാര്യങ്ങളാണ്. എക്സസൈസിൽ നമ്മളുടെ ശരീരത്തിന്റെ അർദ്ധ ബലം കൊടുത്ത് മാത്രമേ എക്സസൈസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ തളർന്ന് വീഴുന്നത് വരെ എക്സസൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് മെയിനായിട്ട് വരുന്ന ഒരു തെറ്റ്. അപ്പോൾ അടുത്തത് പിന്നെ ഈ ഒരു എക്സസൈസും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം കുളിയാണ് പറയുന്നത്. കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ യോഗ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മളുടെ പ്രകാരം നമ്മളിപ്പോൾ നിസ്കരിക്കുന്നത് തന്നെ നമ്മൾ ആത്മീയമായിട്ടും മാനസികമായിട്ടും അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ എന്തായാലും നിസ്കരിക്കുന്നത്. അപ്പം ഇതിൽ നമ്മൾ ഓരോ ജോയിൻസും മടങ്ങിക്കൊണ്ട് ചെയ്യുന്ന വേറൊരു യോഗയും ഞാൻ കണ്ടിട്ടില്ല. കാരണം നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗവും അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ്. നമ്മൾ മെന്റലി അതിൽ ഇൻവോൾവ് ആണ്, ഫിസിക്കലി കംപ്ലീറ്റ്ലി അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ്. അപ്പൊ അത് ഇത്രയും കാര്യങ്ങളാണ്, ഭക്ഷണത്തിലുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടതുള്ളത്. ഇപ്പോ ഉസ്താദ് പറഞ്ഞു നമ്മളുടെ കൊറോണയ്ക്ക് ശേഷം ഉള്ള മരണങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരെങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാക്സിൻ എന്നാണ് കാരണം പറയുന്നതെങ്കിലും ശരിക്കും കൊറോണയ്ക്ക് ശേഷം നമ്മുടെ ഫുഡ് കൾച്ചറിൽ വന്നൊരു മാറ്റം അത് വലിയത് തന്നെയാണ്. കാരണം നമുക്ക് മുമ്പൊന്നും ഇത്രയും ഹോട്ടലുകളോ ഇത്രയും ഫാസ്റ്റ് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രീതിയോ നമ്മുടെ വീടുകളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഊണ് പോലെ മുളച്ച് കൊണ്ടുന്ന പല എന്താണ് വിദേശ രാജ്യങ്ങളിൽ കിട്ടുന്ന എല്ലാ ഫുഡുകളും ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പാടുള്ള സാധനങ്ങളൊന്നും അല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. പല ആരോഗ്യത്തെ നശിപ്പിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭക്ഷണമാണ് നമ്മളുടെ മുന്നിലേക്ക് വരുന്നത്. അതൊരു വല്ലാത്തൊരു മാറ്റം തന്നെയാണ് കൊറോണയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൂടെ പറയാനാണ്. ഇനി ആരെങ്കിലും പ്രത്യേകിച്ച് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അപ്പൊ അങ്ങനെ ലൈവ് ഇന്ററാക്ഷൻ ആണ് ഒന്നുകൂടെ നന്നാവുമെന്ന് തോന്നുന്നു. എങ്ങനെ അല്ല, ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുന്നതാണ് ഭക്ഷണത്തെ പറ്റി നമ്മളിപ്പോൾ രാവിലെ അരി ഭക്ഷണം, ഉച്ചക്കരി ഭക്ഷണം, രാത്രി അരി ഭക്ഷണം. അരിഭക്ഷണം കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് അത്യാവശ്യം ആവശ്യമാണ്. ഒരു 45 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ അരിഭക്ഷണം കുറച്ച് കുറയ്ക്കുന്നതാണ് നല്ലത്. പിന്നെ ഷുഗർ പേഷ്യന്റ്, കൊളസ്ട്രോൾ ഉള്ള ആളുകൾ, ജീവിതശൈലി രോഗങ്ങളോടൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിൽ അരിഭക്ഷണം കുറയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ അരിഭക്ഷണത്തിന് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ് മില്ലറ്റുകളൊക്കെ. ദിവസം ഒരു നേരം നമുക്ക് മില്ലറ്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. അതിൽ തിന, ചാമ, ഈ മണിച്ചോളത്തിൻ്റെ ഒക്കെ പുട്ടുപൊടി, ദോശപ്പൊടിയൊക്കെ അവൈലബിൾ ആണ്. അത് ഈ അരിയാഹാരത്തിൻ്റെ അതേ ടേസ്റ്റും നമ്മുടെ ടേസ്റ്റിലൊന്നും ഒന്നും കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലാണ് അതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത് നമുക്ക് അഫോർഡബിൾ ആയ രീതിയിൽ നമ്മളെ ഇപ്പോൾ ഏറ്റവും അടുത്ത് പറയുന്നത് നമ്മുടെ കരിമക്കാൻ്റെ CMC മോറിൽ വരെ നമുക്ക് അതൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ തൊട്ടടുത്ത് വരെ ഇതൊക്കെ അവൈലബിൾ ആണ്. എനിക്ക് പേഴ്സണലി ബ്രോയിലർ കോയിന് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഹോർമോണൊന്നും ജനിതകമായ മാറ്റങ്ങൾ വരുത്തിയ കോഴികളാണത്. ഒരിക്കലും ഹോർമോൺ വില കൂടിയ ഹോർമോണൊക്കെ കുത്തിവെച്ച കോഴി നമുക്ക് 250 രൂപക്കൊന്നും തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം ബ്രോയിലർ കോഴി നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ കോഴി ഇറച്ചി ഉപയോഗിക്കുന്ന ഗുണങ്ങളൊക്കെ, പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ അതിനകത്ത് കിട്ടും. പ്രത്യേകിച്ച് ദോഷങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ PCOD പോലത്തെ സ്ത്രീകളെ ബാധിക്കുന്ന PCOD പോലത്തെ അസുഖങ്ങൾ, ഫാറ്റി ലിവറൊക്കെ ഉള്ള ആൾക്കാർ കുറച്ച് അളവ് കുറക്കുക എന്നുള്ളതാണ്. അതുപോലെ ഡീപ് ഫ്രൈ ചെയ്ത ഇറച്ചികളൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ആഹാരം ഇത് തന്നെയാണ്. കാരണം നമ്മൾ എക്സ്പോസ്ഡ് ആവുന്ന അത്രയും ആഹാരങ്ങളുമായിട്ട് മറ്റു മതത്തിലുള്ള ആൾക്കാർ എക്സ്പോസ്ഡ് ആവില്ല. കാരണം നമ്മൾ കഴിക്കുന്ന ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ ചുറ്റുവട്ടത്തുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ കോട്ടപ്പള്ളിയിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ വളരെ കുറവാണ്. ബാക്കി നമ്മളെ സമീപ പ്രദേശങ്ങളിലൊക്കെ വളരെ മധുരത്തിന്റെ ഉപയോഗം, അമിതമായ മധുരത്തിന്റെ ഉപയോഗം ക്യാൻസറിന് കാരണമാകും.
അതുപോലെ നമ്മൾ സിഗരറ്റ് വലിക്കുന്നതിനേക്കാളും അപകടമാണ് ഫ്രഞ്ച് ഫ്രൈസ് തിന്നുന്നത്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് കാര്യങ്ങൾ അതുപോലെ ഡീപ് ഫ്രൈ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മളുടെ തീന്മേശയിലേക്ക് ഇപ്പൊ എത്തുന്നുണ്ട്. അത് തന്നെയായിരിക്കും ക്യാൻസറിന് കാരണം. ക്യാൻസർ കോസ് ചെയ്യുന്ന പല കാരണങ്ങളും നമ്മുടെ മതത്തിൽ കുറച്ച് കൂടുതലായിട്ട് എക്സ്പോസ്ഡ് ആവുന്നു. ഉറക്കക്കുറവ് കാര്യങ്ങൾ ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഉറക്കക്കുറവൊക്കെ ക്യാൻസറിന് കാരണമാകുന്നുണ്ട്. പിന്നെ അടുത്തത് ഒരു ഗൗരവമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് നമ്മള് ഈ നമുക്കൊരു അസുഖം വന്നു, നമ്മളൊരു അസുഖമായിട്ട് എക്സ്പോസ് ആയി, നമ്മളൊരു അസുഖം ഡയഗ്നോസ് ചെയ്യപ്പെട്ടു, നമുക്ക് ക്യാൻസർ ആണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖമാണെന്നൊക്കെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ചതിവ് പറ്റുന്നത് നമ്മളുടെ മതത്തിലുള്ള ആൾക്കാർക്ക് തന്നെയാണെന്നുള്ളത് ഒരു ഗൗരവമായ കാര്യമാണ്. കാരണം നമ്മളുടെ നാട്ടിൽ വ്യാജ വൈദ്യം എന്ന് പറയുന്നത് വളരെ വൈഡായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് ഈ വടകര ഏരിയയിലും മറ്റൊക്കെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ ഈ ഒരു അസുഖം നമ്മൾ ഒരാളുടെ കയ്യിൽ, നമ്മുടെ ജീവൻ ഒരാളുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരതിന് ക്വാളിഫൈഡ് ആണോ എന്നുള്ള കാര്യം നമ്മൾ നിർബന്ധമായിട്ട് ആലോചിക്കണം. ഇപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ നെയിം ബോർഡിൽ എൻ്റെ ഡിഗ്രി എന്താണെന്നും എനിക്ക് സർക്കാർ, എനിക്ക് നമ്മളുടെ ഗവൺമെന്റ് അത് പ്രാക്ടീസ് ചെയ്യാൻ ഒരു ബോർഡിലൂടെ തന്ന നമ്പറും ഞാൻ അവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇത് ചെയ്യാത്ത ആളുകളിൽ നിന്നും ഒരിക്കലും ചികിത്സ എടുക്കരുത്. മുറി വൈദ്യൻ ആളെ കൊണ്ടെന്ന് പറയുന്നത് കറക്റ്റാണ്. പിന്നെ ക്യാൻസറിനൊക്കെ ചില ലെവലിൽ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ ബോഡിയൊക്കെ നശിക്കുന്ന രീതിയിലൊക്കെ എത്തുമ്പോൾ മിക്കവാറും ഓങ്കോളജിസ്റ്റുകളൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കാനൊക്കെ പറയും. അപ്പോഴൊക്കെയാണ് നമുക്ക് ഈ ചതി വരുന്നത്. അപ്പൊ നമ്മൾ പല ആൾക്കാരും അപ്രോച്ച് ചെയ്യും, പല സ്ഥലത്തും പോകും, വേണ്ടാത്ത മരുന്നുകൾ കഴിക്കും, നമ്മുടെ ആരോഗ്യം നശിക്കും. പിന്നെ പല രീതിയിൽ അക്യുപഞ്ചർ കാര്യങ്ങളൊക്കെ, അക്യുപഞ്ചർ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഡിഗ്രി ഇന്ത്യയിൽ കൊടുക്കുന്നില്ല. അത് ഉള്ള കാര്യമാണ്. കാരണം നമ്മളെ മതത്തിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെ സമീപപ്രദേശത്ത് കുറ്റായിട്ടുള്ള ഹാജര എന്ന് പറയുന്ന ഒരു സ്ത്രീ മരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അക്യുപഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ചികിത്സാ രീതി ചൈനയിലൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ അത് പ്രാക്ടീസ് ചെയ്യാൻ BNYS ബാച്ചുലർ ഓഫ് നാച്ചുറോപ്പതി യോഗാറ്റിക് സയൻസ് പഠിച്ച 5.5 വർഷം അത് പഠിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ അവർ കുറവാണ്. അവരുടെ കയ്യിൽ നിന്ന് മാത്രം അക്യുപഞ്ചർ ചികിത്സ എടുക്കുക. കാരണം അക്യുപഞ്ചർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അസുഖം നിർണ്ണയിക്കുന്ന രീതിയിൽ നമ്മൾ മാറുക പറയുന്നത് ഒരു 3 മാസം കൊണ്ടും 3.5 മാസം കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല. കണ്ടിന്യൂസ് 5.5 വർഷം നമ്മൾ ബാക്ക് ടു ബാക്ക് ഈ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എക്സ്പോസ്ഡ് ആയിട്ട് പോലും നമുക്ക് സംശയമുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. MD എടുത്ത ആൾക്കാർക്ക് വരെ ചില കേസുകൾ വരുമ്പോൾ ബുദ്ധിമുട്ടും കാര്യങ്ങളും നേരിടാം. പക്ഷെ ഈ അക്യുപഞ്ചർ പോലത്തെ അല്ലെങ്കിൽ വ്യാജന്മാര് നമ്മളിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് ഇത് മാറും പറഞ്ഞാൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. നമ്മളൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു നോർമലായ രീതിയിലേക്ക് മാറാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എങ്കിലും നമ്മളത് ശ്രദ്ധിക്കുക. നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടറിന്റെ ക്വാളിഫിക്കേഷൻ അവർ രജിസ്റ്റേർഡ് ആണോ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് ഉറപ്പുവരുത്തുക. അത് നമ്മളോട് നമ്മൾ കാണിക്കുന്ന ഒരു രീതിയാണ്. വേറെ ആർക്കെങ്കിലും ചോദിക്കാറുണ്ട്? അങ്ങനൊന്നും ശാസ്ത്രീയമായിട്ട് വാലിഡേറ്റ് ആയിട്ട് അങ്ങനൊന്നും തെറാപ്പിയൊന്നും ഇല്ല. അത് ശരിക്കും പ്ലാസിബോ ഇഫക്റ്റ് എന്ന് പറയും. ഞാനിപ്പോ എന്നെ വിശ്വസിച്ച് വരുന്ന ഒരാൾക്ക് ഞാനൊരു പച്ചവെള്ളം കൊടുത്തിട്ട് ഇത് നല്ലൊരു മരുന്നാണ്, ഇതിനെ ഹിമാലയത്തിൽ നിന്ന് നേരിട്ട് എടുത്തോണ്ട് വരുന്നൊരു മരുന്നാണെന്ന് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് വേദനയൊക്കെ കുറഞ്ഞതുപോലെ തോന്നും. അത് പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അല്ലാണ്ട് മുദ്ര തെറാപ്പി കാര്യങ്ങൾ ചിരിച്ചുകൊണ്ട് അസുഖങ്ങൾ മാറ്റുക അങ്ങനെയൊന്നുമില്ല. കാരണം അതൊക്കെ വൈഡായിട്ട് കാണുന്നുണ്ട്. അവിടെയും എല്ലാ സ്ഥലത്തും ഇന്ത്യയിൽ നമ്മൾ മൈനോറിറ്റി ആണെങ്കിലും ഹോസ്പിറ്റൽ മേഖലയിൽ വരുമ്പോൾ നമ്മൾ മെജോറിറ്റി മുസ്ലിംസ് ആണ്. പേഷ്യൻ്റ് ആയിട്ടും ഈ വ്യാജ വൈദ്യന്മാരുടെ ഒക്കെ നമ്മൾ അങ്ങനെയൊന്നും ഒരു ചികിത്സയില്ല. നമുക്ക് ശാസ്ത്രീയമായിട്ട് ഇന്ത്യയിൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ചികിത്സകൾ എന്താണ് അത് മാത്രമേ, മുദ്ര തെറാപ്പി കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മളിപ്പം കൂടുതൽ ട്രെൻഡായിട്ട് കാണുന്നുണ്ട് മീൽ പ്രപ്പ് ചെയ്യാന്നുള്ളത്. എന്ന് വെച്ചാൽ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വൃത്തിയാക്കി ഫ്രിഡ്ജിലേക്ക് കയറ്റുന്ന ഒരു അവസ്ഥ. അത്
എന്തായാലും മോശം തന്നെയാണ്, അതിൽ യാതൊരു സംശയവും ഇല്ല. പിന്നെ നമ്മൾ ലോങ് ടൈം റെഫ്രിജറേറ്റർ ചെയ്ത ഫുഡൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഇപ്പോൾ നമ്മളെ കറണ്ട് പോകുന്ന അവസ്ഥയൊക്കെ ഫോർ ഒരു ചെറിയൊരു ഉദാഹരണമാണ് ചിക്കൻ എടുക്കാം. ചിക്കനിൽ അവിടെ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവുകയും അത് നമുക്ക് പനി വരാനുള്ള സാധ്യത, അത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ടൈഫോയിഡ് ഫീവർ വരാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ പല അസുഖങ്ങൾക്കും ഇത് കാരണമാവും. അപ്പോൾ നമ്മൾ ഒരിക്കലും മീൽ പ്രിപ്പ് ചെയ്യരുത്. പക്ഷെ നമുക്ക് ഒരു ദിവസം വേണമെങ്കിൽ കട്ട് ചെയ്ത് എല്ലാം സ്റ്റോർ ചെയ്യാം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മാസത്തേക്ക് റമദാൻ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റീലും കാര്യങ്ങളൊക്കെ കാണലുണ്ട്. കുറേ ആഹാരങ്ങൾ സ്റ്റോർ ചെയ്യുന്നത് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഫ്രൂട്ട്സൊക്കെ അത് ഫ്രൂട്ടായിട്ട് പുറത്ത് തന്നെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. തണുപ്പിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ കട്ട് ചെയ്ത് വെക്കുമ്പോൾ അത് ചീത്തയാവാനും അതിൽ മൈക്രോ ഓർഗാനിസം ചെറിയ ചെറിയ മൈക്രോ ഓർഗാനിസംസ് വളരാനും അത് നമ്മൾ ആരോഗ്യത്തിന് നശിപ്പിക്കാനും കാരണമാവും. കല്യാണത്തിനൊക്കെ അജിനാമുട്ടാന്നൊരു സാധനം ഉപയോഗിക്കുന്നുണ്ട്. താറാറിലൊരു സാധനമാണ്. അപ്പോൾ കല്യാണത്തിന് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് ആയുർവേദിക്കിൽ എന്തെങ്കിലും ഉണ്ടോ? അത് നമുക്ക് എഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മരുന്നുണ്ടോ കഴിച്ചാൽ? നമ്മളത് അജിനാമോട്ടോ കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കളർ ഫുഡും കാര്യങ്ങളൊക്കെ അതിന് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാനില്ല. നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക, ആ ടോക്സിൻസ് ഒക്കെ ശരീരത്തിൽ പെട്ടെന്ന് പോകാൻ വേണ്ടി ധാരാളം വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ വന്നതിന് ശേഷം ത്രിഫലപ്പൊടി തിളപ്പിച്ചിട്ട് ആ വെള്ളം കൂടെ കുടിക്കാം. കാരണം ആ വയറ്റിന് ചെറുതായിട്ടൊന്ന് വയറിളക്കി അതൊക്കെ അങ്ങോട്ടേക്ക് പോകും. നമ്മുടെ വയറും ഒക്കെ ഒന്ന് ശുദ്ധീകരിക്കും, കുടലൊക്കെ ഒന്ന് ശുദ്ധിയാവാൻ സഹായിക്കും. ത്രിഫലപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ത്രിഫലപ്പൊടി എടുത്തിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കണം. ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലൈസ്ഡ് ഡയറ്റ് വേണമെങ്കിൽ എന്നെ ബന്ധപ്പെടാം. എനിക്ക് വാട്സപ്പ് നമ്പർ ഞാൻ തരാം. ഒരു ഹായ് അയച്ചാൽ മതി. അസുഖം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കോമൺ യൂസിംഗ് പിന്നെ ഡയറ്റ് ആർക്ക് വേണമെങ്കിലും തരാം. വേറെ എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? ഇപ്പം എല്ലാവർക്കും മുട്ട് വേദനയാണല്ലോ. അപ്പോൾ ഇപ്പോൾ സാധാരണ ഹോസ്പിറ്റലിൽ പോയാൽ മുട്ട് മാറ്റി വെക്കണം അധികം. അതിന് ആയുർവേദിക്കിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ട് ഈ വേദന? ഉണ്ട്. നമ്മൾ മുട്ടിന് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുകൊണ്ടാണ് മുട്ട് വേദന വരുന്നത്. തായ്മാനം എന്നാ പറയുന്നത് ഡോക്ടർ. ഇപ്പോൾ തായ്മാനാണ് ഇത് മാറ്റിലേ വയ്യുള്ളൂ. ഇപ്പം അതൊരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ടല്ലോ. മുട്ട് മാറ്റലാണ് ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും. തീരുമാനം പൂർണ്ണമായിട്ട് ബാധിച്ചിട്ടുണ്ടെങ്കിൽ മുട്ട് മാറ്റം തന്നെ ചെയ്യണം. അല്ലാണ്ട് അത് തുടക്കമാണ് അല്ലെങ്കിൽ അതൊരു മോഡറേറ്റ് രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫലപ്രദമായ ചികിത്സ ഉണ്ട്. അപ്പോൾ ചികിത്സ നമ്മൾ ഓതറൈസ്ഡ് ആയ ആൾക്കാരുടെ കയ്യിൽ നിന്ന് എടുക്കണം എന്നുള്ളതാണ്. നമുക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളില്ല. ആയുർവേദത്തിൽ അത് മുട്ടുവേദന മാത്രം എല്ലാ അസുഖങ്ങളും ആയുർവേദത്തിൽ പോസിബിൾ ആണ്. പക്ഷെ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കണം എന്നുള്ളതാണ്. ആയുർവേദത്തിലും 8ഓളം സ്പെഷ്യാലിറ്റികളുണ്ട്. 8ഓളം MDകളുണ്ട്. അതിലിപ്പോൾ എല്ലാ MD ഡോക്ടേഴ്സും അവൈലബിൾ ആയിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥാപനം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയാണ്. പിന്നെ നമുക്ക് പ്രൈവറ്റ് സ്ഥാപനം നമുക്ക് MD ഡോക്ടേഴ്സിന്റെ വിസിറ്റ് ഒക്കെ ഉള്ളത് ഇഹാബ് ഹോസ്പിറ്റലാണ്, നാദാപുരം. പിന്നെ നമ്മൾ ആയുർവേദം ഇങ്ങനെ ഡേ ബൈ ഡേ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 33ഓളം രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ ആയുർവേദമായി. അപ്പം നമ്മൾ മാത്രം നമ്മളുടെ നാട്ടിൽ ആയുർവേദം ഒറിജിനേറ്റ് ചെയ്ത സ്ഥലത്ത് തന്നെ മിക്ക ആൾക്കാരും ട്രീറ്റ്മെന്റ് എടുക്കുന്നത് വ്യാജ വൈദ്യന്മാരുടെ കയ്യിൽ നിന്നാണ്. പിന്നെ അതേപോലെ തന്നെയാണ് മെഡിക്കൽ ഷോപ്പ് അതിന് ഡയറക്റ്റ് ആയിട്ട് മെഡിസിൻ സ്വീകരിക്കുന്ന ഒരു പ്രവണത ഉണ്ട്. അതും കൂടെ അവസാനിപ്പിക്കണം. കാരണം ഒരിക്കൽ അസുഖത്തിന് സിംറ്റമാറ്റിക് റിലീഫ് തരാം. നമ്മളെ സിംറ്റംസ് കൈവേദനയും കാലുവേദനയും മുട്ടുവേദനയും കുറക്കാൻ ആരെക്കൊണ്ടും പറ്റും. കാരണം വേദനയുടെ ഗുളിക എന്താണെന്ന് പറഞ്ഞാൽ വേദന സംബന്ധിക്കുന്ന പേര് അറിഞ്ഞാൽ അത് 2-3 പ്രാവശ്യം കഴിക്കുമ്പോൾ അത് കുറയും. പക്ഷെ അതെല്ലാം വരുന്നത് അതിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ കാരണം ഇല്ലാതാക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ അസുഖം ഇത്തരത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അസുഖം കണ്ടുപിടിക്കാൻ വൈകി പോവുകയും അത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകാനുള്ള സാധ്യതയും ഉണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ ഒരു ആയുർവേദിക് ഹോസ്പിറ്റൽ നല്ല ഹോസ്പിറ്റലാണ്, നല്ല ഡോക്ടറുണ്ട്, പൈസയും വേണ്ട. പക്ഷെ ആളുകൾ അത് ഉൾക്കൊള്ളുന്നില്ല, അവിടെ പോകുന്നില്ല. അപ്പോൾ നല്ല ഡോക്ടറാണ്, പോയവർക്കൊക്കെ നല്ല ആശ്വാസം. അത് അറിയാത്തൊരു വിഷയമുണ്ട്. ഇങ്ങനൊരു ഹോസ്പിറ്റലാണെങ്കിൽ വെറുതെ അവിടെ പോയ ചമ്മന്തി മരുന്നിന് പൈസ അവിടെ ഒന്നും വേണ്ട. അത് പണ്ടത്തെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പണ്ട് ആയുർവേദ ആശുപത്രികളിൽ വെറുതെ കുറച്ച് മരുന്നുകൾ മാത്രം, ഗവൺമെന്റ് കൊടുക്കുന്ന വളരെ കുറച്ച് മരുന്നുകൾ മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല.
ആയുർവേദ ആശുപത്രികളിൽ നല്ലോണം ഫണ്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഒരുവിധം മരുന്നുകൾ 90% മരുന്നുകളോട് അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ ആയുർവേദ ഡിസ്പെൻസറിയിൽ സുശാന്ത് ഡോക്ടറാണുള്ളത്. സുശാന്ത് ഡോക്ടറിന് വളരെ എക്സ്പീരിയൻസ് ഉള്ള വടകര ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലൊക്കെ ഉള്ള സമയത്ത് 200ഓളം ഒപികൾ ഡെയിലി കണ്ടുകൊണ്ടിരുന്ന ഡോക്ടറാണ്. ആ ഒരു അവസരം നമുക്ക് അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സീനിയർ ഡോക്ടറിനെ നമ്മളെ നാട്ടിലേക്ക് കിട്ടുമ്പോൾ നമ്മളത് പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ്. കാരണം അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും പ്രയോജനപ്പെടുത്തണം. പിന്നെ സുശാന്ത് ഡോക്ടർ കുറെ കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സ. ശരിക്കും ഡോക്ടറിന് അതൊന്നും അവിടെ ചെയ്യുന്ന യാതൊരുവിധ കാര്യമില്ല. ഇരുന്ന് മരുന്നെത്തി കൊടുത്താൽ മാത്രം മതി. പക്ഷെ നമ്മളുടെ ഇതിനു വേണ്ടി കുറെ പദ്ധതികൾ യോഗ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ അതൊക്കെ മാക്സിമം മുതലാക്കണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ 500-1000 രൂപയുടെ മരുന്നുകളൊക്കെയാണ് നമുക്ക് അവിടുന്ന് സൗജന്യമായിട്ട് കിട്ടുന്നത്. അതും കറക്റ്റായിട്ട് അത്ര എക്സ്പീരിയൻസ് ഉള്ള ആളായതുകൊണ്ട് നമ്മൾ സിംറ്റംസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസുഖം കണ്ടുപിടിക്കാതെ പോകുന്നില്ല. നമുക്ക് ആരെങ്കിലും ആ ഒരു അവസരം പ്രയോജനപ്പെടുത്താം. അലർജി എങ്ങനെയാണ്? തുമ്മലൊക്കെയാണോ? അതോ അതിനും ഫലപ്രദമായ ചികിത്സയുണ്ട്. നമുക്ക് അതിന് ആയുർവേദത്തിലും MD ജനറൽ മെഡിസിൻ ഉണ്ട്. അതിന് കായ ചികിത്സ എന്നാണ് സാൻസ്ക്രിറ്റ് പേര്. MD ജനറൽ മെഡിസിൻ ഉണ്ട്. അതിനൊരു ഡോക്ടറെ തന്നെ കാണുവാണെങ്കിൽ, ഇപ്പൊ പറയുന്നത് സുശാന്ത് ഡോക്ടറെ തന്നെ കാണുവാണെങ്കിൽ വ്യക്തമായ ചികിത്സകളൊക്കെ ലഭ്യമാണ്. അലർജിക്ക് നമുക്ക് പറയാനുള്ളത് പതുക്കെ ആയുർവേദ ട്രീറ്റ്മെന്റ് പ്രകാരം പതുക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ പൂർണ്ണമായിട്ടും അത് കുറച്ച് പിടിച്ചു നിർത്താനുള്ള മരുന്നിന്റെ ഒരു സപ്പോർട്ട് കുറച്ച് ലോങ് ടൈം ആയിട്ട് പോകേണ്ടത് വരും. കാരണം അലർജി അങ്ങനെയാണ്. നല്ല ചികിത്സ ഉണ്ട്. പെട്ടെന്ന് മാറും. ആയുർവേദത്തിന് മെയിൻ ആയിട്ട് വരുന്ന ഒരു ബുദ്ധിമുട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആൾക്കാർ വളരെ വൈകിയാണ് ഞങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. പല സ്ഥലത്തും കറങ്ങി തിരിഞ്ഞതിന് ശേഷമാണ് എത്തുന്നത്. ഇപ്പൊ ഈ ജീവിതശൈലി രോഗങ്ങളെ ഇപ്പോൾ ഷുഗറിന്റെ പേഷ്യൻസ് 2 രീതിയിൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഒന്ന് അലോപ്പതി മരുന്ന് കഴിക്കാനുള്ള പേടി കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അവർ പെട്ടെന്ന് തന്നെ വരും. അപ്പൊ അവർക്ക് നമുക്ക് പ്രോപ്പർ ഡയറ്റ്, കാരണം ഷുഗറിനൊക്കെ ട്രീറ്റ്മെന്റ് വരുമ്പോൾ ഒരിക്കലും മരുന്നല്ല ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ്. അവിടെ ഡയറ്റ് മോഡിഫിക്കേഷനും അതേ ഭക്ഷണത്തിൽ വരുന്ന ക്രമീകരണവും അതേപോലെ തന്നെ അടുത്തത് വരുന്നത് എക്സസൈസുമാണ്. അതിന്റെ ശേഷം 3-ാം സ്ഥാനമാണ് മരുന്നുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പേഷ്യൻസിന് പൂർണ്ണമായിട്ടും ഷുഗറൊക്കെ കൺട്രോളിലേക്ക് പോകാൻ ടൈപ്പ് 2 ഷുഗർ ആയിരിക്കും ആദ്യം വരുന്നത്. നമുക്ക് പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യാം. പിന്നെ നമുക്ക് വരുന്ന ടൈപ്പ് 1 ഷുഗർ എന്ന് വെച്ചാൽ പാൻക്രിയാസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാത്ത അവസ്ഥയിലൊക്കെ ഇൻസുലിന്റെ സപ്പോർട്ടൊക്കെ എടുക്കുന്ന ആൾക്കാരുടെ ഷുഗറൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളത് കുറേ ബുദ്ധിമുട്ടും. പിന്നെ നമുക്ക് ആ കണ്ടീഷനിലൊക്കെ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊണ്ടുവരുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, ന്യൂറോപ്പതി എന്നൊക്കെ പറയുന്ന കുറേ കോംപ്ലിക്കേഷൻ ഉണ്ട്. കണ്ണിന്റെ കാഴ്ചയെ ബാധിക്കുന്നത്, ഞരമ്പുകളെ ബാധിക്കുന്നത്, ബലക്ഷയം, ഇതൊക്കെ ഇല്ലാണ്ട് നമുക്ക് നോക്കാം. സ്ട്രോക്ക് വരാണ്ട് നോക്കാം പ്രോപ്പറായിട്ട് മെഡിസിൻ എടുക്കുമ്പോൾ. പിന്നെ ഈ മെഡിസിനൊക്കെ എല്ലാവർക്കും കൊടുക്കുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് നിർത്താൻ പറ്റുമോ എന്നുള്ളത്. നിർത്താൻ പറ്റും, പക്ഷെ അത് മെല്ലെയാണ് നമുക്ക് അളവ് കുറച്ച് കൊണ്ടുവന്ന് നിർത്താൻ പറ്റും. പിന്നെ ആ ഒരു ചോദ്യം, ഇത് ഈ മരുന്ന് കഴിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത്, നമ്മളിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരത്തിന് അത്രയും ബുദ്ധിമുട്ടൊന്നും ഈ മരുന്നുകൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതല്ലാതെ നമ്മൾ തറയുമരുന്ന് കഷായം വെച്ച് കുടിക്കുന്നുണ്ടല്ലോ, അതല്ലേ കുറച്ചും കൂടി ബെറ്റർ? അതില് രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷെ അതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഉണ്ടാവില്ല. ഇതിൽ സോഡിയം ബെൻസോയേറ്റ് എന്ന് പറയുന്ന ഒരു പ്രിസർവേറ്റീവ് ചേർക്കുന്നത് കുപ്പിമരുന്നില്. മറ്റേ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഫ്രഷ് കുപ്പിമരുന്ന് 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നല്ല ബ്രാൻഡാണ്. നമ്മൾ ഗവൺമെന്റ് സപ്ലൈ ചെയ്യുന്നത് വിശ്വസിക്കും ആവശ്യമുള്ളതാണ്. കറക്റ്റ് പ്രിപ്പറേഷൻ ആണ്. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ഇത് തന്നെയാണ്. കാരണം ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഉണ്ടാക്കില്ല. പ്രിസർവേറ്റീവ്സ് കാരണമുള്ള ബുദ്ധിമുട്ട്, നമ്മളെ അസിഡിറ്റി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഡയറ്റ് മോഡിഫിക്കേഷൻ ഉണ്ട്, മരുന്നുകളുണ്ട്. തടി എന്തുകൊണ്ട് കൂടുന്നു എന്നുള്ളത് ആദ്യം നമ്മൾ കണ്ടുപിടിച്ച് എന്താണ് ബുദ്ധിമുട്ട്, തൈറോയ്ഡ് കൊണ്ടാണോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൊണ്ടാണോ വേറെ എന്തെങ്കിലും കൊണ്ടാണോ കണ്ടുപിടിച്ചതിന് ശേഷം പ്രോപ്പറായിട്ട് ഡയറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്ത് മരുന്ന് കഴിച്ചാൽ തീർച്ചയായിട്ടും തടി നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. വടകര പാലോളി ഹോസ്പിറ്റലല്ലോ, അവിടെ വെറുതെ അടക്കടുത്ത് കൊടുത്ത് ഒഴിഞ്ഞു തരുന്നുണ്ട്. എല്ലാ ട്രീറ്റ്മെന്റ് അടക്കടുത്ത് ചികിത്സയാണ്. അതൊന്നും നമ്മൾ അറിയാത്തതുകൊണ്ടാണല്ലോ. വെറുതെ ഒഴിച്ചാൽ തന്നെ വലിയ പൈസയല്ല പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്. അവിടെ ഫ്രീ ആയിട്ടാണ്. അത് ഫ്രീ ആയിട്ടാണ്. അവിടെ ഞാൻ
അവിടെ ഏകദേശം 1.5 വർഷം ഉണ്ടായിരുന്നു. ഞാൻ കോട്ടപ്പള്ളിയിൽ നിന്ന് ഒരു 2-3 ആൾക്കാരാണ് എൻ്റെ അടുത്ത് ഒപ്പിലേക്ക് എത്തിയിട്ടുള്ളത്. കാരണം വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇത്രയും സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടും അത് പ്രയോജനപ്പെടുത്തുന്നില്ല. നമുക്ക് പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ബുദ്ധിമുട്ട് വാർഡിൽ കിടക്കാനുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ പേവാർഡ് അവൈലബിൾ ആണ്. നമുക്ക് പൈസ അടച്ച് ചെറിയ പൈസ ദിവസം ഒരു 500 രൂപ നിരക്കിൽ ചികിത്സകളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ വാർഡിലേക്ക് വരുമ്പോൾ നല്ല വൃത്തിയുള്ള വാർഡൊക്കെയാണ്, ഭക്ഷണമൊക്കെ എല്ലാം സൗജന്യമാണ്. നമുക്ക് എല്ലാ രീതിയിലും അവിടെ നമുക്ക് നമ്മുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി യോഗ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ വലിയ രീതിയിലുള്ള ഫണ്ട് അവിടെ മുനിസിപ്പാലിറ്റി ആണെങ്കിലും MLA ഫണ്ട് ആണെങ്കിലും MP ഫണ്ട് ആണെങ്കിലും ഒക്കെ അവിടെ വിനിയോഗിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വേണ്ടിയാണ്, പക്ഷെ നമ്മളത് ഉപയോഗപ്പെടുത്തുന്നില്ല. പിന്നെ അവിടെ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ അവിടെ എല്ലാ ചൊവ്വാഴ്ചകളിലും സ്കിന്നിൻ്റെ ഒരു ഡോക്ടർ വരുന്നുണ്ട്, കോഴിക്കോട് നിന്ന് വരുന്നതാണ്. ഒരുവിധം നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ചികിത്സകൾ, നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ചികിത്സകളാണ് ഡോക്ടർ അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അതൊക്കെ നമുക്ക് മാക്സിമം പ്രയോജനപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ആയുർവേദ കുട്ടികളുടെ ഡോക്ടർ ഉണ്ട്, അതുപോലെ ജനറൽ ഡോക്ടർ എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ പിന്നെ പാലോടിപ്പാൽ, പിന്നെ അതേപോലെ നമ്മൾ പയ്യോടി താലൂക്ക് ആയുർവേദ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അവിടെ എടുത്തു പറയുന്നത് അവിടെ മാനസിക ആരോഗ്യ വിദഗ്ധരുണ്ട്, അവിടെ ഒരു ആയുർവേദ സൈക്കാട്രിസ്റ്റ് ഉണ്ട്. ഈ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആൾക്കാർക്ക് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും നല്ല ഡോക്ടറാണ്. ഇപ്പോൾ ട്രാൻസ്ഫർ ആയിട്ട് അവിടെ വന്നത് ഡോക്ടർ രാജേഷ് എന്ന് പറയും. അപ്പോൾ ഇത്രയും അടുത്ത് നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മളെ ശരീരത്തിന് ബാധിക്കുന്ന അസുഖം പോലെ തന്നെയാണ് മാനസികമായിട്ടുള്ള അസുഖങ്ങൾ. നമ്മൾ വിചാരിക്കുന്ന പോലെ ചില ആളുകൾക്ക് മാത്രം വരുന്നതോ അല്ലെങ്കിൽ മാറാത്തതോ മരുന്ന് കഴിച്ചാൽ നിൽക്കാത്തതോ അല്ല. നമ്മളുടെ മാനസിക പ്രയാസങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തുറന്നു പറയാനൊക്കെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഈ ഹോമിയോ മരുന്ന് ആയുർവേദിക് ഡോക്ടർമാർ അംഗീകരിക്കുന്നില്ല. അങ്ങനെയില്ല. അത് ആയുർവേദവും ഹോമിയോ എന്ന് പറയുമ്പോൾ അത് രണ്ടും എൻ്റർലി ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. ആയുർവേദം വേറെ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ്, ഹോമിയോ വേറെ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ്. ഹോമിയോന്റെ ഒരു ചികിത്സാ രീതി വരുന്നത് വേറൊരു തത്വം വെച്ചിട്ടാണ്, ആയുർവേദത്തിന്റെ വിജ്ഞാനിയൊക്കെ വരുന്നത് വേറൊരു രീതിയിലാണ് എന്നുള്ളതാണ്. കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ കാര്യം, ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ കാര്യം ഞാൻ എടുത്തു പറയാൻ കാരണം അവിടെ കണ്ണൂരിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ഡോക്ടേഴ്സ്, ഏറ്റവും സ്പെഷ്യലിസ്റ്റുകളും സൂപ്പർ സ്പെഷ്യലിസ്റ്റുകളൊക്കെ ആയുർവേദത്തിലുള്ളത് അവിടെ അവൈലബിൾ ആണ്. അവർ കൃത്യമായിട്ട് നമ്മളത് മനസ്സിലാക്കി അവിടെ പോവുകയാണെങ്കിൽ അവിടെ ബ്യൂട്ടി ക്ലിനിക്ക് വരെ അവൈലബിൾ ആണ്. ഇന്നത്തെ കാലത്ത് എല്ലാവരും സൗന്ദര്യ സംരക്ഷണത്തിന്റെ പുറകെയൊക്കെ പോയിട്ട് കുറേ പൈസ കളയുന്ന സമയമാണ്. അവിടെ ചെറിയ തോതിൽ കോസ്മെറ്റിക് ക്ലിനിക്ക് അടക്കം, ആയുർവേദ കോസ്മെറ്റിക് ക്ലിനിക്ക് അടക്കം എല്ലാം അവൈലബിൾ ആണ്. ഒരു 100% നമുക്ക് ഒരാളെ വിശ്വസിച്ച് അയക്കാൻ പറ്റുന്ന രീതിയിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ല കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രി. ക്യാൻസറിന് ചികിത്സ എന്ന് പറയുന്നത് ക്യാൻസറിന്റെ ഫസ്റ്റ് സ്റ്റേജിലൊക്കെയാണ് കൊടുക്കാൻ പറ്റുന്ന ചികിത്സ. പിന്നെ ഈ ക്യാൻസറിന്റെ മെഡിസിൻസ് എടുക്കുമ്പോൾ അതിന്റെ കോംപ്ലിക്കേഷൻസ് കുറക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചികിത്സകളൊക്കെ ആയുർവേദത്തിൽ അവൈലബിൾ ആണ്. ഇപ്പൊ നിലവിൽ മെയിനായിട്ട് അത് പ്രാക്ടീസ് ചെയ്യുന്നത് കോട്ടക്കൽ ആയുർവേദശാലയുടെ ക്യാൻസർ റിസർച്ച് സെന്ററിൽ മാത്രമാണ്. വേറെ എവിടെയും പോയിട്ട് ആരും തലവെച്ച് കൊടുക്കരുത്. കാരണം വടകരയിലൊക്കെ കുറേ പേര് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ട്. അതൊന്നും ഡോക്ടേഴ്സ് ഒന്നും അല്ല, അങ്ങനെ അത്തരത്തിലൊരു ആയുർവേദവും ഇല്ല. ആയുർവേദം എന്ന് പറയുന്നത് ഇപ്പോഴും ക്യാൻസറിന് ആത്മഹത്യ ചികിത്സ എന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾക്ക് മുമ്പേ അത് എഴുതപ്പെട്ടിട്ടുണ്ട്. ആ ഒരു പ്രോട്ടോകോൾ ഫോളോ ചെയ്തിട്ട് ഇപ്പൊ ചെയ്യുന്നത് നമ്മളുടെ കോട്ടക്കൽ ആയുർവേദശാലയുടെ ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അവിടെ ആയുർവേദ ട്രീറ്റ്മെന്റുകളൊക്കെ സൗജന്യമായിട്ടാണ് ക്യാൻസർ പേഷ്യന്റ് ലഭിക്കുന്നത്. അത് കുറെ പേര് ഇവിടെ മെയിനായിട്ട് പറയുന്ന വടകര തന്നെ ഒരു വൈദ്യരുണ്ട്. അവര് 1-2 ലക്ഷം രൂപയൊക്കെയാണ് ചാർജ് ചെയ്യുന്നത്. അവിടെയും നമ്മൾ മുസ്ലിംസ് ആണ് വഞ്ചിക്കപ്പെടുന്നത്. കുറേ മരുന്നുകൾ നമ്മൾ ഒരു കല്ലെറിഞ്ഞ് മാങ്ങ വീഴ്ത്താൻ നോക്കുന്നത് പോലെ തന്നെ കുറേ കല്ലെടുത്ത് ഏതെങ്കിലും ഒരു കല്ലിൽ വീഴില്ലേ, അതുപോലെ കുറേ മരുന്നുകൾ കൊടുക്കുന്നു. അതെന്താണ് മരുന്നെന്നൊന്നും അറിയില്ല, ലാബിലൊട്ടിക്കാത്ത മരുന്നുകളാണ്. ഇതൊക്കെ കഴിക്കുമ്പോൾ എന്തോ ചെറിയൊരു അതിനോട് നമ്മുടെ ബോഡി ഒന്ന് റിയാക്ട് ചെയ്യുന്നല്ലാണ്ട് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറുന്ന അസുഖമല്ല. സർജറി പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് സർജറി ചെയ്യണം. അതിന്റെ ശേഷി ഇതിന്റെ കോംപ്ലിക്കേഷൻസ് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കീമോനൊക്കെ കോംപ്ലിക്കേഷൻസ് കുറക്കാൻ വേണ്ടിയിട്ട് ആയുർവേദത്തിനെ ഡിപ്പെൻഡ് ചെയ്യാം. ഞാനിപ്പോൾ പുറത്തൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. നാളെ മുതൽ കോഴിക്കോട്
നേതാജി നഗറിൽ ഒരു ക്ലിനിക്കിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ പതുക്കെ പതുക്കെ ഇങ്ങോട്ടേക്ക് നോക്കണം എന്ന് വിചാരിക്കുന്നു. ഇല്ല, അത് കഴിക്കാനേ പാടില്ല. അത് കഴിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മളുടെ അതിനകത്ത് 250 ഗ്രാമോളം മധുരമൊക്കെ ഒരു 500 ml കുപ്പിയിലുണ്ടാവും. അപ്പൊ നമുക്ക് നിർബന്ധമായിട്ട് ഡീഹൈഡ്രേഷൻ സംഭവിക്കും. പെട്ടെന്നുള്ള ഷുഗർ സ്പൈക്ക് ഉണ്ടാവും, പെട്ടെന്നുള്ള രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടും. നമുക്ക് പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള വെള്ളം അതൊക്കെ വലിച്ചെടുക്കും, ആസിഡിറ്റി ആവും, എല്ലാ രീതിയിലും ബുദ്ധിമുട്ടാണത്. ഒരിക്കലും ആരോഗ്യം പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? വളരെ ലളിതമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, പൊടികൾ അവോയ്ഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ചെറിയ രീതിയിലുള്ള ശ്രദ്ധകൾ എല്ലാവരുടെ സൈഡിൽ നിന്നും ഉണ്ടാവട്ടെ. എന്നിട്ട് നമുക്ക് ഈ റമദാൻ മാസം കഴിയുന്നതോടുകൂടെ നമ്മളുടെ ആത്മീയമായിട്ട് നമുക്ക് കുറേ ഗുണങ്ങൾ കിട്ടുന്ന കൂട്ടത്തിൽ നമുക്ക് ഈ ഒരു മാനസികമായും ആരോഗ്യപരമായുള്ള മെച്ചം കൂടെ നമുക്ക് കൈവരിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണം? ആയുർവേദത്തിൽ അതിന് മരുന്നുകളുണ്ട്, അതിന് കറക്റ്റ് ഒരു പ്രോട്ടോകോൾ തന്നെ ഉണ്ട്. അത് പ്രകാരം അതും സ്റ്റാർട്ടിംഗ് സ്റ്റേജോ ഒരു മോഡറേറ്റ് സ്റ്റേജോ ആണെങ്കിൽ സർജറി വേണ്ടാത്ത അവസ്ഥയാണ്. നമുക്ക് പൂർണ്ണമായിട്ട് അത് റിവേഴ്സ് ചെയ്ത് മാറ്റാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഒന്ന് പേഴ്സണലൈസ് ആയിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, തരുന്ന മരുന്നുകൾ ആ പറയുന്ന അത്രയും കാലം കഴിക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായിട്ട് മാറും. ഫ്രൈഡ് ചിക്കൻ എപ്പോഴെങ്കിലും ഒന്നും കഴിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ ഇപ്പൊ നമ്മള് പ്രോപ്പറായിട്ട് എപ്പോ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന KFC, മെക്ഡൊണാൾഡ്സിന്റെ ഒക്കെ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്, അതൊന്നും ഹലാൽ സർട്ടിഫൈഡ് അല്ല. അത് ശ്രദ്ധിച്ചാൽ നല്ലതാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ എന്നും കഴിക്കരുത്. എപ്പോഴെങ്കിലൊക്കെ നമ്മളൊരു ആഗ്രഹത്തിലൊക്കെ കഴിക്കാം. 45 വയസ്സിന് മുകളിലുള്ള ആളുകളും ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരും അതൊക്കെ പൂർണ്ണമായിട്ടും കഴിക്കാത്തതാണ് നല്ലത്. എങ്ങനെ അൽഫാമും ബുദ്ധിമുട്ട്. അൽഫാം മെയിൻ ഡയറക്റ്റ് ക്യാൻസർ കോസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ അൽഫാം എന്ന് പറയുന്നത്. കാരണം കരിയാണ് അതിന്റെ മുകളിൽ ഇരിക്കുന്നത്. ഷവായനൊക്കെ മുകളിൽ അവർ കരി നീക്കിയിട്ട് നമുക്ക് കഴിക്കാം. അൽഫാം ഒരിക്കലും അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പെൺകുട്ടികളൊക്കെ ഇത് ധാരാളമായിട്ട് കഴിക്കുന്നത് കൊണ്ടാണ് ഈ മെൻസ്ട്രുവേഷൻ വൈകുന്നത്, ഓവറായിട്ട് മെൻസ്ട്രുവൽ ബ്ലീഡിങ് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കാര്യങ്ങൾ, PCOD ഒക്കെ ഉണ്ടാകുന്നത്. PCOD എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ തടിപ്പുകൾ വരുന്നതാണ്. ഇതൊക്കെ ഉണ്ടാകുന്നത് ഈ രീതിയിൽ ഫുഡ് കഴിക്കുന്നത് കൊണ്ടാണ്. അപ്പോ എല്ലാവരും ശ്രദ്ധിക്കുക, ആരോഗ്യപരമായിട്ടുള്ള നേട്ടം എല്ലാവർക്കും ഉണ്ടാവട്ടെ, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. നിങ്ങൾ പ്രതീക്ഷിച്ചത്ര ഹേർട്ടായിരുന്നു, ഉപകാരമായിരുന്നു ഇന്നത്തെ ക്ലാസ്സിലൊന്നും എനിക്കറിയില്ല. ആരെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ശരി, അസ്സലാമു അലൈക്കും.